ജാമ്യം ലഭിച്ച ശേഷവും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്ന സംഭവത്തിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിന്റെ മാപ്പപേക്ഷ ഹൈക്കോടതി സ്വീകരിച്ചു. ബോബി ചെമ്മണ്ണൂരിനെതിരായ കേസ് നടപടികൾ കോടതി അവസാനിപ്പിച്ചു. തന്റെ മാപ്പപേക്ഷ സ്വീകരിച്ചതിൽ സന്തോഷമെന്നും പരസ്യമായി മാപ്പ് അപേക്ഷിക്കുന്നുവെന്നും ബോബി ചെമ്മണ്ണൂർ 24-നോട് ഒരു തരത്തിലുള്ള പ്രതികരണവും നടത്തരുതെന്നും ആരാധകരോട് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. വളരെ സന്തോഷമുണ്ട് കാര്യത്തില്. പിന്നെ ഇതാണ് അവിടെ ഒരു ഇത് വന്നിട്ടുള്ളത്. നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ മാപ്പ് പറയുകയുണ്ടായി. കാരണം നമ്മളെ വാക്കുകൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും മാപ്പ് പറയാൻ എനിക്ക് യാതൊരു ഈഗോ കോംപ്ലക്സോ ഒന്നുമില്ല എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെയുള്ള ഒരു ഇത് വരികയുണ്ടായി. പിന്നെ വേറെ രീതിയിലേക്ക് അങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നും ഞാൻ ചിന്തിച്ച് അങ്ങനെ ചെയ്തിട്ടല്ല, ബോധത്തോടു കൂടി അങ്ങനെ പറഞ്ഞിട്ടുള്ളതല്ല. എന്തെങ്കിലും തരത്തില് അങ്ങനത്തെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുകയുണ്ടായി. ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുമില്ല, ഫ്യൂച്ചറിൽ ഒരിക്കലും ചെയ്യില്ല. അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. കോടതിയെ ബഹുമാനിക്കുന്നു. എനിക്ക് നീതിന്യായ വ്യവസ്ഥയിൽ വളരെ വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും ഒരിക്കലും അങ്ങനത്തെ ഒരു ഉദ്ദേശമില്ല. ഞാൻ നേരത്തെ തന്നെ എല്ലാ ജില്ലയിലും ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് അതിന്റെ കോർഡിനേറ്റേഴ്സിന് പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ ഇങ്ങോട്ട് വരരുത്, ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് കാണാം. ഇവിടെ വന്ന് എന്ത് ചെയ്താലും അതിന്റെ ഒക്കെ ദോഷം എനിക്ക് ഉണ്ടാവുക, ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടാന്ന് വിചാരിക്കും. അതുകൊണ്ടൊക്കെ എല്ലാ ജില്ലയിലും നേരത്തെ തന്നെ ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമുക്കറിയുന്ന തരത്തിൽ നമ്മൾ പറഞ്ഞിട്ടോ ആരും അവിടെ വന്നിട്ടില്ല. നമ്മൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ വ്യാപൃതമാണ്. നമ്മുടെ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് ഒന്നുമല്ല. തീർച്ചയായിട്ടും അന്നും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും അത് തന്നെയാണ് അവരോട് പറയാനുള്ളത്. തീർച്ചയായിട്ടും അവരുടെ സ്നേഹം എനിക്കുണ്ട്, എനിക്ക് മനസ്സിലാക്കാം. തീർച്ചയായും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അതുണ്ട്. പക്ഷെ ഒരിക്കലും വികാര പ്രകടനങ്ങളായിട്ടോ രീതിയിലേക്കൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. വിവരങ്ങളുമായ ശ്രീകാന്തും ശ്യാംകുമാറും ചെയ്യുന്ന ആദ്യം ശ്രീകാന്തിലേക്കാണ്. ശ്രീകാന്ത്, മാപ്പ് 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 അങ്ങനെ നിരവാധികം മാപ്പ് പറഞ്ഞിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ. ഇപ്പോൾ കോടതിയോട് ഷോ ഇറക്കിയാൽ അതിനപ്പുറത്തേക്ക് ഷോ ഇറക്കാൻ കോടതിക്ക് അറിയാം എന്നുകൂടി കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. അങ്ങേയറ്റം പരിഹാസം, ഒടുക്കം മാപ്പ് സ്വീകരിച്ച് കേസ് തീർപ്പാക്കിയിരിക്കുന്നത്. എന്തൊക്കെ അതിരൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി ബോബി ചെമ്മണ്ണൂരിനെതിരെ ഇപ്പോൾ കേസ് പരിഗണിക്കുന്നതിനിടെ ഉയർത്തിയത്? ശ്രീകാന്ത്. ബഹുമാനപ്പെട്ട കോടതി ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഉത്തരവ്, ജാമ്യ ഉത്തരവ് നൽകിയെങ്കിലും ബോബി ചെമ്മണ്ണൂർ ഈ ജാമ്യ ഉത്തരവ് അനുസരിക്കാൻ തയ്യാറായില്ല. അത് തന്നെ നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളി, നീതിന്യായ സംവിധാനത്തോടും ഹൈക്കോടതിയോടുമുള്ള വെല്ലുവിളിയായാണ് കോടതി കണ്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി സ്വമേധയാ ഈ കേസ് പരിഗണനയ്ക്ക് ഇന്ന് എടുക്കുകയും ചെയ്തത്. അതിനുശേഷം അഭിഭാഷകനോട് ബോബിയോട് എന്ത് കാരണത്താലാണ് ഈ രീതിയിൽ ജാമ്യം നേടിയിട്ടും പുറത്തിറങ്ങാതിരുന്നത് എന്ന് ചോദിച്ചറിയിക്കാൻ വ്യക്തമാക്കി. ആ സമയത്തും കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ഉച്ചയ്ക്ക് 1:45 ഈ കേസ് പരിഗണനയ്ക്കെടുത്തപ്പോൾ തന്നെ കോടതി വിമർശനവുമായാണ് തുടങ്ങിയത്. അപ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ പറഞ്ഞത്, ഈ മാധ്യമ പടയൊന്നാകെ അവിടെ വന്ന് മൈക്ക് വെച്ചപ്പോൾ ആ ഘട്ടത്തിൽ അങ്ങ് പറഞ്ഞു പോയതാണ് റിമാൻഡ് തടവുകാർക്ക് വേണ്ടിയാണ് നിന്നത് എന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരുന്നില്ല. മെട്രോ പണി നടക്കുന്നതിനാൽ ഹൈക്കോടതിയിൽ നിന്നും പാലാരിവട്ടം വഴി കാക്കനാട്ടേക്ക് എത്തിയപ്പോൾ താമസിച്ചു, അതിനാൽ ഇറങ്ങാൻ വൈകി എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ അപ്പോഴും 6 മണിയോട് അഭിഭാഷകർ അവിടെ എത്തി എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. അതെന്തോ ആകട്ടെ, എന്തായാലും കോടതി അതിന് തിരിച്ചടിച്ചത് ഈ അപമാനിക്കുന്ന പരിപാടിയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതാണ്. സംഭവിച്ച കാര്യങ്ങളിൽ സങ്കടമുണ്ടെന്നും നിരുപാധികം മാപ്പ് പറയുന്നു എന്നും ഇനി ഇത് ആവർത്തിക്കില്ലെന്നും ബോബി ചെമ്മണ്ണൂർ പറയുകയുണ്ടായി. നീതിന്യായ വ്യവസ്ഥയോട് ബോബി ചെമ്മണ്ണൂർ യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നു എന്നാണ് കോടതി പിന്നീട് പ്രതികരിച്ചത്. ജയിലിന് പുറത്തേക്ക് ഈ ബോബി ചെമ്മണ്ണൂർ വന്നപ്പോൾ ഒളിമ്പിക്സിന് സ്വർണ്ണ മെഡൽ കിട്ടിയതുപോലത്തെ സ്വീകരണമാണ് ഉണ്ടായത് എന്നും ഹൈക്കോടതി പറഞ്ഞു. ഈ അഭിഭാഷകൻ കൂടി ഇയാളെ ന്യായീകരിച്ച് പ്രശ്നത്തിലാകരുത് എന്നും കോടതി പറയുകയുണ്ടായി. കോടതി അത് ഏതെങ്കിലും തരത്തിൽ അയാളെ ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചല്ല ഈ രീതിയിൽ പറഞ്ഞത്. നേരെ മറിച്ച് ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് കടുത്ത വീഴ്ചയാണ്, നിയമവ്യവസ്ഥയോടുള്ള അവഹേളനമാണ് എന്ന് ബോധിപ്പിക്കാനാണ്. അത് ബോധ്യപ്പെടുത്തിയ ശേഷം നിരുപാധികമുള്ള മാപ്പപേക്ഷ സ്വീകരിച്ചു. തുടർ നടപടികൾ കോടതി ഈ കേസിന്റെ മെറിറ്റിലേക്കും ഹൈക്കോടതി അത്രയ്ക്ക് അങ്ങോട്ട് പോയിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതായത് ഈ ഓർഡർ ജയിലിലേക്ക് എത്താൻ വൈകി, അല്ലെങ്കിൽ അത് ഒപ്പിടാൻ വൈകി, അതുകൊണ്ടാണ് പുറത്തിറങ്ങാത്തതെന്നൊക്കെ വാദഗതി ഈ പ്രതിഭാഗം ഉയർത്തിയിരുന്നു. പക്ഷെ അതിലേക്കൊന്നും കോടതി കാര്യമായി പോയിട്ടില്ല. കോടതിയെ പ്രകോപിപ്പിച്ചത് മറ്റ് തടവുകാരുടെ, അതായത് ജാമ്യം ലഭിച്ചിട്ടും ബോണ്ട് കെട്ടിവെക്കാൻ
പറ്റാത്ത തടവുകാർക്ക് വേണ്ടിയാണ് താൻ അവിടെ തുടരുന്നത് എന്ന പ്രതികരണമല്ലേ ഈ ബോബി ചെമ്മന്നൂരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയത്? അതിനപ്പുറത്തേക്ക് ഈ സാങ്കേതികപരമായ പ്രശ്നങ്ങളുടെ ആഴങ്ങളിലേക്കൊന്നും കോടതി പോയിട്ടില്ല എന്നല്ല മനസ്സിലാക്കേണ്ടത്, അത് കോടതി വിഷയമാക്കിയിട്ടില്ല എന്നല്ല മനസ്സിലാക്കേണ്ടത്. കോടതി എല്ലാ വിഷയങ്ങളും കോടതി പരിഗണിച്ചു. അതായത് 4/8 താൻ ഈ ഓർഡർ അപ്ലോഡ് ചെയ്തതാണ്. ഇന്നലെ ഉച്ചയ്ക്ക് താൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോയിരുന്നെടുത്ത പണി ഇതാണ്. നേരത്തെ താൻ കോടതി മുറിയിൽ നിന്ന് ഇറങ്ങിയത് പോലും ഈ ഉത്തരവിടാനാണ്. 4:45 മജിസ്ട്രേറ്റ് ഈ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യണം എന്നാവശ്യപ്പെട്ട് ഈ ജാമ്യ ഉത്തരവ് എക്സിക്യൂട്ട് ചെയ്തു. അത്രയധികം ചെയ്തിട്ടും ഇദ്ദേഹത്തിന് 7:30 മുൻപ് ആ ജാമ്യ ഉത്തരവ് അവിടെ എത്തിച്ച് ഇറങ്ങാൻ പറ്റിയില്ല എങ്കിൽ അത് കോടതിയോടുള്ള അവഹേളനം തന്നെയെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. കോടതി അത് ഒരു കാര്യം മനസ്സിലാക്കണം, കോടതി ഒന്നും കാണാതെയോ കേൾക്കാതെയോ ഇരിക്കുന്നവരല്ല. കൃത്യമായി മാധ്യമ വാർത്തകൾ കേൾക്കുന്നുണ്ടാകാം, അദ്ദേഹത്തെ കാര്യങ്ങൾ അറിയിക്കുന്നവരുണ്ടാകാം, അതൊക്കെ തന്നെ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട്. അത് കോടതിയോടുള്ള അവഹേളനമാണ് എന്ന് കോടതിക്ക് തോന്നുകയും ചെയ്തു. അത് പരിശോധിച്ചു. രണ്ടാമത്തേത്, ഈ പുറത്തിറങ്ങാതെ നിന്നത് അഭിഭാഷകൻ താമസിച്ച് വന്നതുകൊണ്ടാണ് എന്നല്ല ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത്. നേരെ മറിച്ച് റിമാൻഡ് തടവുകാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ താൻ തങ്ങി അവിടെ എന്നുള്ളതാണ് പറഞ്ഞത്. അതും കോടതിയെ ചൊടിപ്പിച്ചു. താൻ ആരാണ് ഇത് ചെയ്യാൻ എന്നുള്ള രീതിയിലാണ് കോടതിയിൽ നിന്നും ചോദ്യമുണ്ടായത്. ബോബി ചെമ്മണ്ണൂർ ആരാണ് ഈ റിമാൻഡ് തടവുകാരുടെ കാര്യങ്ങൾ നോക്കാൻ? അതിനിവിടെ നിയമ സംവിധാനമുണ്ട് എന്നാണ് കോടതി ഇന്ന് ഈ വിഷയത്തിൽ വ്യക്തമാക്കുകയും ചെയ്തത്. ഈ 2 വിഷയങ്ങളും കോടതി മുഖവിലക്കെടുത്തു. കളി മാറുന്നു എന്ന് മനസ്സിലാക്കിയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകനും ബോബി ചെമ്മണ്ണൂരും നിരുപാധികം മാപ്പപേക്ഷ പറഞ്ഞതും ഈ വൈകി മെട്രോ പണിയൊക്കെ ആയതിനാൽ വൈകി എന്ന നിലപാട് സ്വീകരിച്ചതും. മറ്റൊരു പരിപാടിയും കോടതിയിൽ നിന്ന് നടക്കില്ല എന്ന് ബോബിക്കറിയില്ലെങ്കിലും ബോബിയുടെ അഭിഭാഷകർക്കറിയാം.